Hello and welcome back. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ നമ്പർ 3 അതിൻ്റെ പാർട്ട് 11ലേക്കാണ്. പാർട്ട് 1 തൊട്ട് പാർട്ട് 10 വരെ ഓൾറെഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് മാത്രമല്ല ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് പ്രസൻറ്റേഷൻ. ശ്രദ്ധിക്കുക, ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ സ്ക്രീനിൽ ഒരു ബ്ലൂ കളറായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഞാൻ മൗസ് വെച്ച് ബ്ലൂ കളറിൽ കാണിക്കുന്ന സെൻറ്റൻസിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക. യു ക്യാൻ ലിസൺ ടു മീ ആൻഡ് പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ. ടോപ്പിക് പ്രസൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ആദ്യം പറയാം. ദെൻ വി വിൽ continue with the topic. Okay, the first one is that you will get a chance to listen to someone speaking in English and also you can listen to the translations in Malayalam. നിങ്ങൾക്ക് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും, അതുപോലെ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് കേൾക്കാം. To learn usages in English and better vocabulary. ഇംഗ്ലീഷിലെ യൂസേജസ് പഠിക്കുക, സാധാരണ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സിന് പകരം ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് സിനോണിംസ് ഒക്കെ പഠിക്കാൻ സാധിക്കുക. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്. സ്മാർട്ട് ഫോൺ ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ? ബൂൺ മീൻസ് ബ്ലെസ്സിങ്, അനുഗ്രഹം. കേഴ്സ് മീൻസ് ശാപം. അതാണ് ടോപ്പിക്. ഐ ഹാവ് ഓൾറെഡി അപ്ലോഡഡ് പാർട്ട് 1 to പാർട്ട് 10. ഇതേ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. പാർട്ട് 10 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വി വേർ ഹാവിംഗ് എ ഡിസ്കഷൻ ഓൺ ദ പോസിറ്റീവ് സൈഡ്സ് അറ്റ് ഫസ്റ്റ്. From part 1 to part 10, it is about the positive sides of smartphone. Now we are going to discuss about the negative ones. Okay, this is English speaking practice session and also English listening practice session. You can learn English vocabulary. That means you can learn better English words with sentence usages which you can use in your daily life. So daily use sentences are also included and explained in Malayalam. Okay, so if you are looking for spoken English classes in Malayalam, you don't need to look further. You can follow this channel. Okay, so the negative sides of smartphones. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കേണ്ട യൂസേജസ് ആണ്. ഇത് പറയുമ്പോൾ ഞാൻ മലയാളം അർത്ഥം പറയും, അതിൻ്റെ സെൻറ്റൻസ് കൂടെ നോട്ട് ഡൗൺ ചെയ്യുക. യു ഹാവ് ടു റൈറ്റ് ഡൗൺ. ഇഫ് യു ആർ ആക്റ്റീവ് ലേണർ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്ക് ഉള്ളത് നല്ലതായിരിക്കും. യു ക്യാൻ റൈറ്റ് ദ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ യൂസേജസ്. യു ക്യാൻ റൈറ്റ് ദ മലയാളം മീനിങ്സ്. Whatever English words that you learned, please write the Malayalam meaning and also the English sentence. English sentence കൂടെ എഴുതി വെക്കുക. So we have been discussing the positive sides of smartphones. നമ്മൾ ഇത്ര നാൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ദ പോസിറ്റീവ് സൈഡ്, ഗുണങ്ങളെ പറ്റിയായിരുന്നു. സ്മാർട്ട് ഫോൺസിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇത്ര നാളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വി ഹാവ് ബീൻ ഡിസ്കസിങ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ യൂസേജ് ചെയ്യാൻ ഇവിടെ യൂസേജസ് ആൻഡ് വൊക്കാബുലറി നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കാണാം. അവിടെ എത്തുമ്പോൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ലുക്ക് ഇൻ ടു ദ നെഗറ്റീവ് സൈഡ്സ് ടു. അതിൻ്റെ സമയമായി, എന്തെങ്കിലും കാര്യത്തിന് സമയമായി എന്ന് പറയാൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്സ് ടൈം. ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ഫോം ഇറ്റ് പ്ലസ് ഈസ് ആണ് ഇറ്റ്സ്. ഇറ്റ്സ് ടൈം. ഇറ്റ്സ് ടൈം ടു ലുക്ക് ഇൻ ടു ദ നെഗറ്റീവ് സൈഡ്സ് ടു. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദോഷങ്ങളെ പറ്റിയും സ്മാർട്ട് ഫോൺസിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കാൻ ടൈമായിട്ട്, സ്മാർട്ട് ഫോൺസിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ നോക്കാനും കൂടെയുള്ള സമയമായിട്ടുണ്ട്. ഇറ്റ്സ് ടൈം, സമയമായിട്ടുണ്ട്. ഈവൻ ദോ smartphones are helpful for us in different ways, it has its own negative sides as well. Even though smartphones are helpful for us in different ways, it has its own negative sides as well. സ്മാർട്ട് ഫോൺസ് നമുക്ക് പല രീതിയിലും, ഡിഫറെൻറ്റ് വേസ്, പല രീതികളിലും നമുക്ക് വളരെ സഹായകരമാണെങ്കിൽ കൂടിയും അതിന് അതിൻ്റെതായ ദോഷങ്ങളുമുണ്ട്. ഈവൻ ദോ സ്മാർട്ട് ഫോൺസ് ആർ ഹെൽപ്ഫുൾ ഫോർ അസ്, സഹായകരമാണെങ്കിൽ കൂടിയും, അങ്ങനെയാണെങ്കിൽ കൂടിയും, ഈവൻ ദോ. ഓക്കെ, യൂസേജസ് ആൻഡ് വൊക്കാബുലറി ലിസൺ ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡിസ്കസ് ചെയ്ത ഈ പാരഗ്രാഫിൻ്റെ യൂസേജസ് ആൻഡ് വൊക്കാബുലറി ആണ് പഠിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് യു ഹാവ് എ നോട്ട്ബുക്ക് വിത്ത് യു. ഇഫ് യു ഹാവ് എ നോട്ട്ബുക്ക്, പ്ലീസ് റൈറ്റ് ദ English words, its meaning and sentence usages. Okay, that's the way you have to learn a language. I have been plus ing form of verb. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഞാനൊരു കാര്യം കുറേ നേരമായി അല്ലെ കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ, നിങ്ങൾ ചെയ്തു തുടങ്ങിയ കാര്യം പാസ്റ്റിലായിരിക്കും, നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്, ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ ഹിയർ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 8 years. വാട്ട് ഈസ് ദ മലയാളം ട്രാൻസ്ലേഷൻ ഫോർ ദാറ്റ്? വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ ഫോർ ദാറ്റ്? എന്താണ് എൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 8 years. കഴിഞ്ഞ 8 വർഷമായി ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഐ ജോയിൻഡ് ഇൻ ദിസ് കമ്പനി ബിഫോർ 8 years. 8 വർഷം മുമ്പല്ലേ ഞാൻ ജോയിൻ ചെയ്തേ, ഇപ്പോഴും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ആം വർക്കിംഗ് എന്ന് പറയാൻ പറ്റുമോ? നോ,
ഐ ആം വർക്കിംഗ് മീൻസ് ഇപ്പോൾ ജോലി ചെയ്യാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 8 years. കഴിഞ്ഞ 8 വർഷമായി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ ജോയിൻഡ് ദിസ് കമ്പനി ബിഫോർ 8 years ആൻഡ് ഐ ആം സ്റ്റിൽ വർക്കിംഗ് ഹിയർ. നേരത്തെ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം, അല്ലെ കുറേ നാൾ മുമ്പ് ചെയ്തു തുടങ്ങിയ കാര്യം ഇപ്പോഴും നിങ്ങൾ തുടരുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലസ് ING ഫോം. ഇവിടെ നമുക്ക് വന്നത് ഐ ഹാവ് ബീൻ അല്ല, ഇതിന് വരെ വി ഹാവ് ബീൻ ആണ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഐ വി യൂസ് വി. വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് സ്മാർട്ട് ഫോൺസ്. നമ്മൾ പോസിറ്റീവ് സൈഡ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ടൈം, അതിന് സമയമായി, എന്തെങ്കിലും അതിന് സമയമായി എന്ന് പറയും. ഇറ്റ്സ് ടൈം ടു ലുക്ക് ഇൻ ടു ദ നെഗറ്റീവ് സൈഡ്സ് ടു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇറ്റ്സ് ടൈം. ഈവൻ ദോ, അങ്ങനെയാണെങ്കിൽ കൂടിയും. ഏകദേശം ഒരു അർത്ഥം ഞാൻ പറയുന്നത്, കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. ഒരിക്കലും നമുക്ക് ഒരർത്ഥം മാത്രം പഠിച്ചു വെക്കാൻ പറ്റില്ല. ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, ദ സെയിം വേർഡ് മേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. ദാറ്റ്സ് വൈ യു ഷുഡ് ഹാവ് റീഡിംഗ് ഓർ ലിസണിങ് ഹാബിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്ട്സ്, in different situations. Okay, even though, അങ്ങനെയാണെങ്കിൽ കൂടിയും. Let's look into the sentence. Even though smartphones are helpful for us in different ways, it has its own negative sides as well. സ്മാർട്ട് ഫോൺസ് നമുക്ക് പല രീതിയിലും സഹായകരമാണെങ്കിൽ കൂടിയും അതിന് അതിൻ്റെതായ ദോഷവശങ്ങളുണ്ട്. You can write the word, the sentence and also the sentence and Malayalam meaning. Make sure you do that because നമ്മളിത് വെറുതെ കണ്ടുപോയിട്ട് നിങ്ങൾക്ക് കുറച്ച് നോളജ് കിട്ടും. ബട്ട് പലതവണ കണ്ട നിങ്ങൾ ഓർത്തിരിക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Make sure you prepare notes also. And if you have any doubts, please write in the comments. Okay. Addiction to social media. അടുത്ത നമ്മൾ പോകുന്നത് അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയയിലേക്കാണ്. ഓക്കെ, സോ അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയ ഇസ് എ വെറിയിങ് ഫാക്ടർ. അതായത് നമുക്ക് നന്നായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഏതെങ്കിലും കാര്യത്തിനോടുള്ള അഡിക്ഷൻ, അതായത് അമിതമായ താല്പര്യം അതിനോട്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ഓൾസോ അഡൽട്സ് ഹു ആർ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ. കുട്ടികൾ മാത്രമല്ല സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളത്, അഡൽസും ഉണ്ട്. ദാറ്റ്സ് വൈ വി യൂസ് ദ വേർഡ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന യൂസേജോട് പഠിക്കുന്നുള്ളൂ. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്, പാർട്ട് 10 തോന്നുന്നു. ഞാനൊരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി കേട്ടവരാണെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളൊന്നും കൂടെ കേൾക്കുക. കാരണം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, അത് അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ഓൾസോ അഡൽസ് ഹു ആർ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ. നല്ലൊരു സെൻറ്റൻസ് ആണ്. കുട്ടികൾ മാത്രമല്ല അഡൽസ് കൂടി സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റഡ് ആണ്. ഇറ്റ് റിസൾട്ട്സ്, അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് മാത്രമല്ല അതും എന്ന ഏകദേശം അർത്ഥം വരുന്നുണ്ട്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ വേസ്റ്റ് ഓഫ് അവർ വാല്യുബിൾ ടൈം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്തുണ്ടാവും, സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ ഉണ്ടായി എന്തുണ്ടാവും, നമ്മൾ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, സമയം പോകില്ലേ, അത് ഇറ്റ് റിസൾട്ട്സ്, അത് ഇതിലേക്ക് നയിക്കുന്നത്, അതാണ് കാരണമാക്കുന്നത് എന്തിനാ, ഇൻ ദ വേസ്റ്റ് ഓഫ് അവർ വാല്യുബിൾ ടൈം, വിലയേറിയ സമയം, വാല്യുബിൾ ടൈം. Okay, most of us check social media for a few minutes but end up spending hours on it. ശ്രദ്ധിക്കുക, നമ്മളിൽ മിക്ക ആൾക്കാരും, മോസ്റ്റ് ഓഫ് us, നമ്മളിൽ മിക്ക ആൾക്കാരും നമ്മൾ എന്താ ചെയ്യുന്നത്, വി ചെക്ക് സോഷ്യൽ മീഡിയ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് ഒരു 2-5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിലേക്ക് സോഷ്യൽ മീഡിയ ഒന്ന് നമ്മൾ എടുത്ത് നോക്കും. പക്ഷേ എന്തുണ്ടാവും, അവസാനം മണിക്കൂറുകൾ അതിൽ ചെലവഴിച്ച് തീരും, അതിലേക്ക് അത് നയിക്കുന്നു. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് us ചെക്ക് സോഷ്യൽ മീഡിയ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ബട്ട് എൻഡ് അപ്പ് സ്പെൻഡിങ് അവേഴ്സ് ഓൺ ഇറ്റ്. ഈ എൻഡ് അപ്പ് എന്ന് പറഞ്ഞ് എൻഡ് അപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങി, പക്ഷെ മറ്റൊരു കാര്യത്തിലേക്ക് അത് എത്തി നിന്നു, അതിലേക്ക് അത് നയിച്ചു, അതിലേക്ക് എത്തി നിന്നു എന്ന് അർത്ഥം പറയാനാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റിലേക്ക് സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാൾ മണിക്കൂറുള്ളത് ഉപയോഗിച്ച് തീരുന്നതിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, ദിസ് ഹാപ്പൻസ് ടു മോസ്റ്റ് പീപ്പിൾ. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മിക്ക ആൾക്കാരും. എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞില്ല, എല്ലാ ആൾക്കാരും പറഞ്ഞാൽ ഓൾ പീപ്പിൾ, മിക്ക ആൾക്കാരും, മോസ്റ്റ് പീപ്പിൾ, കുറച്ച് ആൾക്കാർ, സം പീപ്പിൾ. ഇപ്പോൾ ഇവിടെ മോസ്റ്റ് പീപ്പിളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ചിൽഡ്രൻ, കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസോ പാരഗ്രാഫോ തുടങ്ങുമ്പോൾ ദിസ് ഈസ് എ ഗുഡ് തിങ് ടു സ്റ്റാർട്ട് വിത്ത് ടോക്കിംഗ് അബൌട്ട് ചിൽഡ്രൻ. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്യാൻ അഫക്ട് ദ അക്കാഡമിക്സ്. അതായത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, എക്സസീവ് യൂസ്, സാധാരണ നോർമലിൽ കവിഞ്ഞുള്ളത് അമിതമായ എന്ന അർത്ഥമാണ് വരുന്നത്. എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്യാൻ അഫക്ട് ദർ അക്കാഡമിക്സ്. അഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബാധിക്കുക. നിങ്ങൾക്ക് അറിയില്ല, നോട്ട് ഡൗൺ ചെയ്ത് പോവുക. അതിൽ ഒരു യൂസേജസ് ഒക്കെ ഒന്നും കൂടെ പറയും, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട് ഡൗൺ ചെയ്ത് പോവുക. എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, അമിത ഉപയോഗം അല്ലേ, ക്യാൻ അഫക്ട് ദ അക്കാഡമിക്സ്. അതോടെ പഠനത്തെ, അക്കാഡമിക്സ് പറഞ്ഞ പഠനത്തെ അത് ബാധിക്കുന്നു, അഫക്റ്റ്. Another important thing which needs to be pointed out is the additional data cost which parents have to spend as children may use a lot of mobile data. കുട്ടികളുടെ കാര്യം പറയുന്നത്, അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ടു തുടങ്ങി ഒരുപാട് നേരം കണ്ടിരിക്കും. നമ്മൾ പഠനം ആകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഡാറ്റയൊക്കെ നോക്കുക, ഇത്ര 1 GB ബാക്കിയുള്ളൂ, അല്ല ഒരു 500 MB ബാക്കിയുള്ളത് വെച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കും. ബട്ട് കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല, നമ്മൾ ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ what do they do?
they keep on using it for a longer period, for a long time. So another important thing which needs to be pointed out, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്താണ്? പോയിന്റ് ഔട്ട് ചൂണ്ടിക്കാണിക്കുക. അഡീഷണൽ ഡാറ്റ കോഴ്സ്, അത് അഡീഷണൽ ഡാറ്റ കോഴ്സ്. പേരൻസ് സാധാരണ ചെയ്ത ഇൻ്റർനെറ്റിൻ്റെ ചാർജ് കൂടാതെ മൊബൈൽ ഡാറ്റ എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അതൊരു അടുത്ത നെഗറ്റീവായിട്ടാണ് പറയുന്നത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നമുക്കത് ആദ്യം പഠിക്കാം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ഓൾസോ അഡൽട്സ് ഹു ആർ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആവുന്ന കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാർ. നോട്ട് ഓൺലി, അത് മാത്രമല്ല ഇതും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. വാല്യുബിൾ, വിലയേറിയത്. ഇവിടെ ഓൾറെഡി ഞാനവിടെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ വേസ്റ്റ് ഓഫ് ഫോർ വാല്യുബിൾ ടൈം. ഈ സെൻറ്റൻസ് കൂടി എഴുതിയെടുക്കുക. വിലയേറിയ സമയം അത് പാഴാക്കുന്നു. മോസ്റ്റ് ഓഫ് us, നമ്മളിൽ മിക്ക ആൾക്കാരും, ഇത് ഞാൻ ഓൾറെഡി എല്ലാത്തിലും ഞാൻ പറയുന്നതാണ്, ഇവിടെ ഓൾറെഡി സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. മോസ്റ്റ് ഓഫ് us ചെക്ക് സോഷ്യൽ മീഡിയ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ബട്ട് എൻഡ് അപ്പ് സ്പെൻഡിങ് മെനി അവേഴ്സ് ഓൺ ഇറ്റ്. നമ്മൾ കുറച്ച് മിനിറ്റുകൾ നോക്കി തുടങ്ങിയിട്ട് അവസാനം അത് ഒരുപാട് മണിക്കൂറുകൾ അതിൽ ചെലവഴിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് എൻഡ് അപ്പ് എന്ന വാക്കും കൂടി അവിടെ പറഞ്ഞു കഴിഞ്ഞു. ടോക്കിംഗ് അബൌട്ട്, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, അതിനെപ്പറ്റി പറയുമ്പോൾ, ടോക്കിംഗ് അബൌട്ട് ചിൽഡ്രൻ, കുട്ടികളുടെ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞ് സെൻറ്റൻസ് തുടങ്ങുന്നുണ്ട്. ഓക്കെ. എക്സസീവ്, അമിതമായത്. എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്യാൻ അഫക്ട് ദർ അക്കാഡമിക്സ്. ഇവിടെ രണ്ട് യൂസേജ് വരുന്നുണ്ട്. എക്സസീവ് എന്ന വാക്കും അഫക്റ്റ് എന്ന വാക്കും ഉണ്ട്. സോ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്യാൻ അഫക്റ്റ് ദർ അക്കാഡമിക്സ്. അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അഫക്റ്റ് എന്ന വാക്കും എക്സസീവ് എന്ന വാക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്ത് പോരെങ്കിൽ, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആക്കാൻ പറ്റില്ല, വീഡിയോ ഒരുപാട് ലോങ് ആവാതിരിക്കാനാണ് ഞാൻ ആവറേജ് സ്പീഡിലെങ്കിലും എടുത്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് സ്ലോ ആക്കാത്തത്. ഇഫ് യു നീഡ് എനി ഫർദർ എക്സ്പ്ലനേഷൻ പ്ലീസ് മെൻഷൻ ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പോയിന്റ് ഔട്ട്, ചൂണ്ടിക്കാണിക്കുക. ഓക്കെ. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് നീഡ്സ് ടു ബി പോയിന്റഡ് ഔട്ട് ഈസ് അഡീഷണൽ ഡാറ്റ കോസ്റ്റ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ കുട്ടികൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാരണം ഒരുപാട് ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റ ചിലപ്പോൾ അഡീഷണൽ റീചാർജ് ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പറയുക. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പോയിന്റ് ഔട്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്ത പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, ക്ലാസ് കണ്ടിട്ടുന്നതിന് മുമ്പ് അതിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഈ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല പ്ലേലിസ്റ്റുകളുണ്ട്. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക്സ് തൊട്ട് പഠിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ നോക്കുക. സംഭാഷണങ്ങളുണ്ട്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ്, അഡ്വാൻസ് വേർഡ്സ് ഉണ്ട്. ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസ്, ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്. So I will repeat the playlist names once again. Communicative grammar, learn English words, advanced English words and vocabulary, and newspaper language also. Daily use English sentences, spoken English for beginners. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ്. പിന്നെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് 100 സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ഫോർ എവറിഡേ യൂസ്. എവറിഡേ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ സാധ്യതയുള്ള 100 സെൻറ്റൻസസ്, അങ്ങനെ ഒരു വീഡിയോ കൂടി അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സിൽ ചോദിക്കുക. പരമാവധി എല്ലാ കമൻറ്റ്സിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ യൂട്യൂബിൽ വന്ന ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് ഒരു മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും, മലയാളം ടു ഇംഗ്ലീഷ് ആലോചിച്ച് ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ കിട്ടണം, ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാനുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ കോഴ്സ് 500 rupees അവൈലബിൾ ആണ്. റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലാസ് ആണ്, MP3 ഫോർമാറ്റ് ഓഡിയോ ക്ലാസ്. അതിലൂടെ 200 രൂപയുടെ ബുക്ക് ഫ്രീ ഉണ്ട്. 30 ഡേയ്സിലേക്കുള്ള ക്ലാസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്കും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള കോഴ്സിൻ്റെ കണ്ടൻസ് അടങ്ങിയ മെറ്റീരിയൽസ് അടങ്ങിയ ബുക്കാണ്. PDF ഫോർമാറ്റാണ്, മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. ഡീറ്റെയിൽസ് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ബുക്കിന് 200 rupees ആണ് വരുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് അഡിക്ഷൻ ടു മൊബൈൽ ഗെയിംസ്. മൊബൈൽ ഗെയിംസിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിരുന്നു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ പോസിറ്റീവ്സ് ഓഫ് മൊബൈൽ ഗെയിംസ് ഇൻ ദ പ്രീവിയസ് പാർട്സ്. So we are now going to discuss about the negative things, about negative sides of mobile games. Addiction ആണ് പറയുന്നത്, മൊബൈൽ ഗെയിംസിലുള്ള അഡിക്ഷൻ ആണ് പറയുന്നത്. So let's start talking about how mobile games can negatively affect children. കുട്ടികളെ എങ്ങനെ ഒരു മൊബൈൽ ഗെയിംസ് നെഗറ്റീവായിട്ട് എങ്ങനെ ബാധിക്കും എന്നാണ് പറയുന്നത്. Nowadays, ഇപ്പോൾ ഈ കാലത്ത് most mobile games are so addictive that children spend hours on playing these games. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് മൊബൈൽ ഗെയിംസ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നതാണ്, വളരെ രസകരമാണ്. നല്ല ഗെയിം ഡെവലപ്പേഴ്സ് ഒക്കെ ഒരുപാട് എഫേർട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, അവരത്ര സ്കിൽഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഗെയിംസ് വളരെ അഡിക്റ്റീവാണ്, ഒത്തിരി നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എന്തുണ്ടാകുന്നു, ചിൽഡ്രൻ സ്പെൻഡ് അവേഴ്സ് ഓൺ പ്ലേയിങ് ദീസ് ഗെയിംസ്. കുറച്ച് സമയമല്ല, മണിക്കൂറുകൾ കുട്ടികൾ ഇതിൽ ചെലവഴിക്കുന്നു മൊബൈൽ ഗെയിം കളിക്കാൻ. ഈവൻ ഇഫ് പാരൻസ് ട്രൈ ടു കൺട്രോൾ ദം, മോസ്റ്റ് ചിൽഡ്രൻ മേ നോട്ട് ലിസൺ ടു ദർ പാരൻസ്. ഈവൻ ഇഫ്
ഓക്കെ, അങ്ങനെ ചെയ്താൽ പോലും ഈവൻ ഇഫ് പേരൻസ് ട്രൈ ടു കൺട്രോൾ ദം, പേരൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും, നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പോലും, മോസ്റ്റ് ചിൽഡ്രൻ, എല്ലാ കുട്ടികളും അല്ല, മോസ്റ്റ് ചിൽഡ്രൻ, മിക്ക കുട്ടികളും പേരൻസ് പറയുന്നത് ശ്രദ്ധിക്കാറില്ല, ഒബേ ചെയ്യാറില്ല. ദിസ് ഈസ് ആൻ ഇഷ്യൂ വിച്ച് നീഡ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഇതൊരു ഇഷ്യൂ തന്നെയാണ്. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. വിച്ച് നീഡ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്, പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്, സോൾവ് ചെയ്യേണ്ടതുണ്ട്. പേരൻസ് നീഡ് ടു റെസ്ട്രിക്റ്റ് സ്മാർട്ട് ഫോൺ യൂസേജ് എമംഗ് ദ ചിൽഡ്രൻ റൈറ്റ് ഫ്രം എ ലോവർ ഏജ്. പേരൻസ് എന്താ ചെയ്യേണ്ടത്? സ്മാർട്ട് ഫോൺ കുട്ടികളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രണങ്ങൾ, കൺട്രോൾ ചെയ്യുക. അപ്പോൾ റെസ്ട്രിക്റ്റ്, നിയന്ത്രണം ഏർപ്പെടുത്തുക, ഇത് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ കുട്ടികളിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം പേരൻസ് ചെറിയൊരു ഏജ് തൊട്ട് തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുക, നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പേരൻസ് ഷുഡ് ഓൾസോ ബി കെയർഫുൾ. പേരൻസും കെയർഫുൾ ആയിരിക്കണം. എന്ത് ഒരുപാട് സമയം കുട്ടികൾ ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നത്, കാരണം പേരൻസ് ഉപയോഗിക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും കുട്ടികളത് മോഡൽ ചെയ്യും. ദെൻ അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, മൊബൈൽ ഗെയിംസ് ക്യാൻ അഫക്ട് ദ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സ്വഭാവത്തെ ഇത് ബാധിച്ചേക്കാം. As children can't differentiate between right and wrong properly, they may try to imitate the behavior of characters in mobile games. As children can't differentiate between right and wrong properly. കുട്ടികൾക്ക് തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള കഴിവ് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ട്, വലിയ കുട്ടികൾക്ക് ഉണ്ടാവും, ചെറിയ കുട്ടികൾക്ക് അധികം ഉണ്ടാവണമെന്നില്ല. ശരിയാണോ തെറ്റാണോ നമുക്ക് പ്രോപ്പറായിട്ട് അറിയണമെന്നില്ല. അത് വേർതിരിച്ച് കാണുക. ഡിഫറൻഷിയേറ്റ് മീൻസ് വേർതിരിക്കുക, തെറ്റും ശരി തമ്മിൽ വേർതിരിക്കുക. They may try to imitate the behavior of characters in mobile games. മൊബൈൽ ഗെയിംസിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത്, അവർ ചെയ്ത് അനുകരിക്കാൻ ശ്രമിച്ചേക്കാം. ഇമിറ്റേറ്റ്, അനുകരിക്കുക. യൂസേജസ് ആൻഡ് വൊക്കാബുലറി നോക്കാം. ഈവൻ ഇഫ്, അങ്ങനെയാണെങ്കിൽ കൂടിയും. ഈവൻ ഇഫ് പാരൻസ് ട്രൈ ടു കൺട്രോൾ ദ മോസ്റ്റ് ചിൽഡ്രൻ മേ നോട്ട് ലിസൺ ടു ദ പാരൻസ്. ഇവിടുത്തെ അർത്ഥം വരുന്നത് പാരൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും, അങ്ങനെ ചെയ്താൽ പോലും. റെസ്ട്രിക്റ്റ്, നിയന്ത്രണം ഏർപ്പെടുത്തുക. Parents need to restrict smartphone usage among the children from a lower age. നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികളിൽ. ഡിഫറൻഷിയേറ്റ്, വേർതിരിക്കുക. അതുപോലെ ഇമിറ്റേറ്റ്, അനുകരിക്കുക. As children can't differentiate between right and wrong properly, they may try to imitate the behavior of characters in mobile games. അവർക്ക് തെറ്റ് ശരി കറക്റ്റ് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവർ അനുകരിക്കാൻ ശ്രമിക്കാം ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. 500 റുപ്പീസിൻ്റെ ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് അതിൽ നിങ്ങൾക്ക് ഫ്രീ ഇ ബുക്ക് കിട്ടുന്നുണ്ട്. 200 റുപ്പീസിൻ്റെ പേഴ്സണൽ ട്രെയിനിങ് സപ്പോർട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് മാത്രം മതി. 200 റുപ്പീസിൻ്റെ PDF ഫോർമാറ്റ് ഇ ബുക്ക് അവൈലബിൾ ആണ്. ഫോർ മോർ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം.